ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഓലയെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓല ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓലയിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്യാത്ത ഒരുപാട് പോർഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണെങ്കിലും ഈ ബാറ്ററി കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ തന്നെ ഈ ഫീച്ചേഴ്സ് വൈസ് ഭയങ്കര റിച്ചാണ്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഫീച്ചേഴ്സ് വൈസ് നമുക്ക് ഓല പറയാം. കാരണം മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ ഇല്ലാത്ത മിക്ക ഫീച്ചേഴ്സും ഓലയിലുണ്ട്. അപ്പോൾ അതിലിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ചസ് ആയാലും ഒരു ഡിഫറെൻ്റാണ്, നമ്മൾ UI ഡിസൈൻ ആയാലും ഒരു ഡിഫറെൻ്റാണ്, അല്ലാതെ കണക്ടിവിറ്റിയിലായാലും മറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റിൽ 2024 ഈ ഒരു ഫെബ്രുവരി ടൈമിൽ ഇതിൽ റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂവ് OS, അതായത് നമ്മുടെ ഇവരുടെ OSന് മൂവ് OS എന്നാണ് പറയുന്നത്. നമ്മൾ iOS, ഐഫോണിൽ iOS എന്ന് പറയും പോലെ മാക്കിൽ മാക് OS എന്ന് പറയും പോലെ ഇവരുടെ മൂവ് OS ആണ്. മൂവ് OS 4 ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ മൂവ് OS 3 ആയിരുന്നു. അപ്പോൾ ആ മൂവ് OS 3യിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇതാണ് നമ്മളൊരു കൺസോളെന്ന് പറയുന്നത്. കൺസോളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചാർജ് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. ഇപ്പോൾ നോർമൽ മോഡിൽ 72% ചാർജിൽ 105 കിലോമീറ്ററാണ് ഓടുമെന്ന് കാണിക്കുന്നത്. ഇവിടെ ടൈം വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണോ എന്നുള്ളത്. ഇത് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള സ്വിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് ഭയങ്കര സ്മൂത്താണ് ഇത് യൂസ് ചെയ്യാൻ. നമുക്ക് ഒരു ടാബ് യൂസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ടച്ച് റെസ്പോൺസ് നമുക്കിതിൽ കിട്ടും. പിന്നെ ഇവിടെ വന്നത് കറണ്ട് ട്രിപ്പാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഓഫ് ചെയ്യുന്നത് വരെയുള്ള കറണ്ട് ട്രിപ്പാണ്. ഇത് ഓൾ ടൈം മൊത്തത്തിൽ ഓടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് വീക്കായിട്ട് 606 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പാർക്കിലാണ്. ഇവിടെ നമ്മൾ വല്ല പാട്ടോ വല്ലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നമ്മളോട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാപ്പ് കാര്യങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് കാര്യങ്ങളുണ്ട്. ഇവിടെ പാട്ട് കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ടുള്ളത്. പിന്നെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലെ പോലെയാണ്. ഇത് ആക്ച്വലി മൂവ് OS 3 ആണ്. ഇപ്പം 4 അവൈലബിൾ ആണ്, പക്ഷേ 4 എനിക്ക് കിട്ടിയിട്ടില്ല. മൂവ് OSൽ 3യിലുള്ള ഫീച്ചേഴ്സാണ് ഇതിലിപ്പോൾ ഉള്ളത്. അതായത് ഡിസ്പ്ലേയിൽ നമുക്ക് ഓട്ടോ മോഡ്, ലൈറ്റ്, ഡാർക്ക് തീമാക്കാം. ബ്രൈറ്റ്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മളെ തീം ഏതാണ് ഇട്ടിരിക്കുന്നത്, 3 തീമാണ് ഇപ്പോൾ ഉള്ളത്. മൂവ് OS വരുമ്പോഴത്തേക്ക് 4 തീമായിട്ട് മാറും. പിന്നെ നമുക്കിവിടെ ബ്ലൂടൂത്ത്, വൈഫൈ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, മീഡിയയുടെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിസ്റ്റം സൗണ്ട്, പിന്നെ വണ്ടിക്ക് നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഈ മൂഡ് സൗണ്ട്. അതായത് ഇപ്പം വിൻറ്റേജ് സ്കൂട്ടറിൻ്റെയൊക്കെ ഒരു തീമുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ സ്കൂട്ടർ പഴയ വെസ്പയൊക്കെ പോകുന്നത് സൗണ്ട് കിട്ടും. അതിനെ ഓഫ് ചെയ്താൽ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ടച്ച് ഭയങ്കര സ്മൂത്താണ്. ഇൻഡിക്കേറ്ററിൻ്റെ നമുക്ക് കുറച്ച് കൂട്ടി വയ്ക്കാം. ഇൻഡിക്കേറ്ററിന് നമുക്ക് മാക്സിമം ഇത്രേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതലും ഇവിടെ കാണിക്കുന്നുണ്ട്. കാനോട്ട് സെറ്റ് ബിലോ 40%, 60 വയ്ക്കാം. പിന്നെ ലൈറ്റ്സ് നമുക്ക് ഹസാർഡ് ഇതല്ലാതെ തന്നെ നമുക്ക് ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹസാർഡ് കത്തും. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ആ ഒരു റിംഗ് ലൈറ്റ്, അതായത് DRL എന്ന് പറയുന്ന സാധനം ഓൺ ആക്കാനും ഓഫ് ആക്കാനും. പിന്നെ റൈഡിങ് എന്ന് പറയുമ്പോൾ ഇതാണ് റീജനറേഷൻ ലോ, ഡിഫോൾട്ട് ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പിടുത്തമായിരിക്കും വണ്ടി. ഞാൻ ഡിഫോൾട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കൈ തിരിച്ച് പിടിക്കുവാണെങ്കിൽ നമുക്ക് റീജനറേഷൻ ആവും, ബ്രേക്കിംഗ് ആവും. അത് ഭയങ്കര ഇതാണ്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇത് ബീറ്റാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ മൂവ് OS വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിന് വേണ്ടി ശരിക്കും വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ബാറ്ററിയിൽ നമ്മളിപ്പോൾ ലോങ് ടൈം നമ്മൾ വണ്ടി വീട്ടിൽ വെച്ചിട്ട് ഓട്ടോ ഇല്ലാതെ പോകുകയാണെങ്കിൽ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും പോലെ, ബാറ്ററിയിൽ നിന്ന് അധികം ചാർജ് ഇറങ്ങാതിരിക്കാം. പിന്നെ പാസ്കോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഫോണിലെ പോലെ തന്നെയാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിടാം. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളെല്ലാം. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ്, അബൌട്ട്, നമ്മൾ ജസ്റ്റ് ഒരു ടാബ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ 3 മോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 തീം നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ സൗണ്ട് ഉണ്ട്. ഈ
സൗണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇതായിരിക്കും സൗണ്ട് വരുന്നത്. പിന്നെ വരുന്നത് വിൻറ്റേജ്. ഭയങ്കര ക്വാളിറ്റിയാണ്, ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ വരുന്ന ബോൾട്ട് എന്ന് പറഞ്ഞ് ഫുൾ ഫ്യൂച്ചറിസ്റ്റിക്. എനിക്കിതാണ് ഫേവറേറ്റ്. അതിൽ നമ്മൾ സൗണ്ട് ഓഫ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീം വന്നോളും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുത്തതിന് ശേഷം ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി. ഫ്രണ്ടിലോട്ട് റിവേഴ്സ് താത്ത് കഴിഞ്ഞാൽ റിവേഴ്സ് പോകും. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടികൾ. ഇതിൽ നമുക്കിപ്പോൾ നോർമൽ മോഡിലാണ് കിടക്കുന്നത്. സ്പോട്ട്, ഹൈപ്പർ, ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ എക്കോ. ഇതിൽ ഞാനിപ്പോൾ ഒരാഴ്ച 660 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഈ വണ്ടി എടുത്തതിൽ. പിന്നെ ഇതിന് അതിൻ്റേതായ പോരായ്മകളും ഉണ്ട്. അതെല്ലാം നമ്മളിനി അങ്ങോട്ട് വരും വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിലവിൽ എനിക്ക് 1,72,000 രൂപ കൊടുത്ത് വണ്ടി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. ഇപ്പം കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന MUOS 4 ആണ്. MUOS 4-ലാണ് ഒരു വലിയൊരു അപ്ഡേഷൻ വന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മളെ ഫോൺ വഴി ആയാലും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പഴയതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ റൈഡിങ് സ്റ്റൈല്, നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഓവർവ്യൂ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് ഈ വിഡ്ജറ്റ്സ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിടാൻ പറ്റും. പുതിയൊരു UI വന്നു, ഒരു ഫോറസ്റ്റിൻ്റെ കെയർ എന്നാണ് അവർ ആ ഒരു തീമിനെ പറയുന്നത്. അത് നമ്മൾ ഓടുന്നതിനനുസരിച്ച് ഒരു ചെടി ഉണ്ടാവും, ആ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് കൊള്ളാം. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ എക്ലിപ്സ് എന്ന് പറയുന്നൊരു തീമാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ.